മുൻപൊരു വീഡിയോയിലെ ഈ കൂട് മേക്കിങ്ങിന്റെ ആ ഒരു സംഭവം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മുടെ വീടിന്റെ അകത്ത് അടുക്കളയിലാണ് ആശാന്റെ കൂടൊക്കെ. എന്തായാലും അവിടെ ഇരിക്കട്ടെ. ഇന്ന് മത്തിക്ക് കിലോ 200 രൂപ. മീൻ വാങ്ങാൻ പോകുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നേ. പിന്നെ ഞാൻ ആദ്യം കണ്ട മീൻ കടയിൽ നിന്ന് മീനും വാങ്ങിച്ചിങ്ങ് പോന്നു. ഇങ്ങനെയൊക്കെ മീൻ വില കൂടി എന്ത് ചെയ്യല്ലേ. മഴയത്ത് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ഈ അലക്കുന്ന കാര്യമാണ്. നമ്മൾ അലക്കിയാലും നമുക്ക് വിരിച്ചിടാനും ഉണക്കാനും ഒക്കെ സ്ഥലമില്ലാത്തതുകൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇപ്പൊ തോന്നുന്നുണ്ട്. ഞാൻ കുറച്ച് തുണിയൊക്കെ എന്തായാലും ഞാൻ അലക്കി അലക്കി മാറ്റുവാണ്. പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളുള്ള വീട്ടിലെ എപ്പോഴും തുണികൾ ഇങ്ങനെ അഴുക്കായിക്കൊണ്ടേയിരിക്കും. കാര്യം ഒരു തണുപ്പൊക്കെ ആകുമ്പോ അവരെപ്പോഴും ഇങ്ങനെ മുള്ളിക്കൊണ്ടേയിരിക്കും. ഈ അലക്കുന്നിടം വരെ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നേ. അലക്കി കഴിഞ്ഞപ്പോ തണുപ്പടിച്ചിട്ടാണോ എന്താന്ന് അറിയത്തില്ല, പെട്ടെന്ന് ജലദോഷവും തുമ്മലും മൊത്തത്തിൽ എനിക്ക് ഒരു വല്ലായ്മ പോലെ വന്നേ. സാധാരണ ഉണ്ടല്ലോ എൻ്റെ ഈ ജോലികളൊക്കെ ഞാൻ പെട്ടെന്ന് ഒതുക്കുന്നത് ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുമ്പോൾ തന്നെ അതിന്റെ കൂട്ടത്തിൽ പല പല ജോലികളും ചെയ്ത് ഇങ്ങനെ ഒതുക്കിയെടുക്കുമ്പോഴാണ് എൻ്റെ ജോലികളൊക്കെ പെട്ടെന്ന് തീരുന്നത്. അതുപോലെ തന്നെ പാചകം ചെയ്യുന്നിടം ഞാൻ അപ്പം വൃത്തിയാക്കും, അല്ലെങ്കിൽ അപ്പം എന്തെങ്കിലും പാത്രം വരുമ്പോഴത്തേക്ക് അതങ്ങ് കഴുകി മാറ്റും. ഇങ്ങനെയൊക്കെ കേട്ടോ ഞാൻ ജോലി ഒതുക്കി തീർക്കാം. ഞാനെന്നല്ല, പൊതുവെ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് പെട്ടെന്ന് ജോലി ഒതുക്കി തീർക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ ജോലി ചെയ്യാമെന്ന് ഓർത്താൽ പിന്നെ നമുക്ക് റെസ്റ്റ് എന്ന് പറയുന്ന സാധനം സ്വപ്നത്തിൽ പോലും വിചാരിക്കുകയേ വേണ്ട. മുൻപ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, മീൻ വറുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം മീനിന്റെ മുട്ട വറുക്കുമ്പോഴാണെന്ന്. അതുപോലെ തന്നെയല്ലേ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാർക്കും മീൻ മുട്ട വറുക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതിന്റെ പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. ആ എണ്ണയിൽ കിടന്ന് ആ മസാലയുമായിട്ടത് മൊരിഞ്ഞ് അതിനകത്തോട്ട് ചൂട് ചോറൊക്കെ തട്ടിയിട്ട് കഴിക്കുമ്പോഴത്തേക്കും അത് വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ്. വീട്ടിലാണെങ്കിലേ ഇങ്ങനെ മീനൊക്കെ വറുക്കുമ്പോഴത്തേക്കും, മീൻ മുട്ടയൊക്കെ വറുക്കുമ്പോഴത്തേക്കും അമ്മ ഇതിലോട്ട് ചൂട് ചോറൊക്കെ ഇട്ട് കുഴച്ച് ഓരോ പിടിയേ ഉള്ള ഇങ്ങനെ അത്രയൊക്കെയല്ലേ മീൻമുട്ട കിട്ടത്തുള്ളൂ. അങ്ങനെ ഓരോ പിടിയും എല്ലാവർക്കും തരുമായിരുന്നേ. ചോറ് ഞാൻ എപ്പോഴും കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. പിന്നെ ഇവിടുത്തെ അമ്മയുള്ള സമയത്ത് അമ്മ വെളിയിൽ അടുപ്പ് ഉണ്ട്, അവിട്ട് വെക്കും. ഈ കുക്കറിലെ ചോറ് വേവിക്കുമ്പോഴത്തേക്കും ചില സമയത്ത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിന് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാല്, ഒരു വിസിലടിച്ചു കഴിഞ്ഞിട്ട് ഓഫാക്കുമല്ലോ, എന്നിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ആവി ഞാൻ പൈപ്പിന്റെ ചോട്ടിൽ പൈപ്പ് തുറന്നു വെച്ചിട്ട് ആ കുറച്ച് ആവി കളഞ്ഞിട്ട് പിന്നെ അങ്ങനെ തന്നെ വെച്ച് ആവി മുഴുവനും പോയി കഴിയുമ്പോഴത്തേക്കാണ് തുറന്ന് ഞാൻ ഇതേപോലെ ഊറ്റുന്നത്. അതാകുമ്പോൾ നമുക്ക് ചോറ് കറക്റ്റ് പാകത്തിന് കിട്ടുവേ. ചോറും വെച്ച് മീനും വറുത്ത് പിന്നെ ബാക്കി കുറച്ച് കറികൾ ഉച്ചക്കത്തേക്ക് ഉണ്ടായിരുന്നു, അതെല്ലാം ചൂടാക്കിയും വെച്ച് കഴിഞ്ഞ് ആ തുണി അലക്കിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് തുമ്മലും ജലദോഷം പോലെയൊക്കെ വന്ന് പിന്നെ മൊത്തത്തിൽ കുളവായി. പിന്നെ എനിക്ക് തണുപ്പടിച്ചാൽ പിന്നെ എനിക്ക് ഒട്ടും വയ്യാതാകും. പിന്നെ ഞാൻ എന്ത് ചെയ്ത് ആ ചെയ്ത ജോലികളെല്ലാം അങ്ങനെ തന്നെ വെച്ച് ഞാൻ പോയി കിടന്നുറങ്ങുമായിരുന്നു മരുന്നും കഴിച്ച്. ഈ സമയത്തെ ആവിയൊക്കെ പിടിക്കുകയാണെങ്കിൽ ഇതിന് കുറച്ച് മാറ്റമൊക്കെ ഉണ്ടാവുമേ. പക്ഷെ ഇവിടെ നമുക്ക് അതിന്റെ ഓപ്ഷൻ ഇല്ല. കാര്യം അരിക്കുട്ടനെ വന്ന് 2 മിനിറ്റ് പോലും ഏൽപ്പിക്കാനായിട്ട് ഇവിടെ ആരും ഇല്ലെന്നുള്ളതാണ് സത്യം ഈ സമയത്ത്. കാര്യം 5 വരുമ്പോൾ കുറച്ചുകൂടെ താമസിക്കും. പിന്നെ അച്ഛനടിക്ക് ഇവൻ നിക്കത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഇപ്പം ഞാൻ എന്താ ചോദിച്ചാ വീട്ടിൽ പോയിട്ട് അമ്മയെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഞാൻ ആവി പിടിച്ച് കുറച്ചൊന്ന് ഓക്കെ ആയി കഴിയുമ്പോഴാണ് ഞാൻ തിരിച്ചു വരാറ്. ഓവറായിട്ട് തണുപ്പടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ തന്നെ എനിക്ക് പെട്ടെന്ന് തുമ്മലുണ്ടാകും. തുമ്മലെന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങും നമുക്ക് നിൽക്കാൻ പറ്റാത്ത തുമ്മല, തുടങ്ങി കഴിഞ്ഞാൽ നിക്കത്തില്ല, അതാണ് അവസ്ഥ. ഏതായാലും മരുന്നൊക്കെ കഴിച്ച് ഞാൻ ഉറങ്ങാൻ പോകുക.